ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया। യേശു ജീവിക്കുന്നു. यीशु जिंदा है। हालेलुया। പഞ്ചാബ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു നാടാണ്. पंजाब दे इस धरती दे नाल मैं बहुत प्यार करदा। 4 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ നാട്ടിലുണ്ടായിരുന്നു. 4 साल पहला मैं पंजाब दे विच सी। എൻ്റെ മകൾ ജനിക്കുന്നത് പഞ്ചാബിലാണ്. मेरी बेटी दा जन्म पंजाब दे विच होया, ബട്ടാല ഗവൺമെന്റ് ഹോസ്പിറ്റൽ. बटाला दे सरकारी हस्पताल दे विच। എനിക്കിവിടെ 4 അമ്മമാരുണ്ട്. मेरी इत्थे 4 मातावां ने। എനിക്ക് ഒത്തിരി സഹോദരന്മാരുണ്ട്. बहुत सारे मेरे भरा ने, സഹോദരിമാരുണ്ട്. बहुत सारी मेरी भैणां ने। പഞ്ചാബിനെ എനിക്ക് മറക്കാൻ കഴിയില്ല. मैं पंजाब दे धरती नूं कदे भी भुल नहीं सकदा। നിങ്ങൾ എല്ലാവരും നല്ല ആൾക്കാരാണ്. तुसी सब बहुत चंगे हो, നല്ല വിശ്വാസമുള്ളവരാണ്. ਤੁਹਾਡਾ विश्वास बहुत वधिया है। നന്നായിട്ട് പാട്ട് പാടുന്നവരാണ്. तुसी बहुत चंगे भजन गाउने हो, നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. बहुत चंगी तरह परमेश्वर दी आराधना करते हो। യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. यीशु मसीह थोड़े नाल प्यार करता है। യേശു നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നു. यीशु मसीह थोड़े बच्चों नाल भी प्यार करता है। യേശു ഇന്ന് ഇവിടെ ഉണ്ട്. यीशु मसीह अज साडे विचकार मौजूद है। കഴിഞ്ഞ 2 രാത്രികളിൽ കർത്താവിടെ ചിലരെയൊക്കെ തൊട്ടിട്ടുണ്ട്. पिछले 2 रात नूं परमेश्वर ने कुछ लोकां नूं इत्थे छुया, ഇന്ന് അനേകരെ തൊടും. और कुछ लोकां नूं अज भी परमेश्वर छुएगा। അനേക രോഗികളെ യേശു ഇന്ന് സൗഖ്യമാക്കും. बहुत सारे बीमारां नूं यीशु चंगा करेगा। അനേകരുടെ ഭാരങ്ങളെ കർത്താവ് എടുത്തു മാറ്റും. बहुत सारे लोकां दे भार नूं यीशु हल्का करेगा। വിശ്വാസത്തോടെ ഇരിക്കുക. तुसी विश्वास दे नाल इस स्थान दे विच ഞാൻ പ്രസംഗിച്ചതിന് ശേഷം നിങ്ങളെ മുമ്പോട്ട് വിളിച്ച് പ്രാർത്ഥിക്കും. मेरे प्रचार तो बाद थोनू अगे बुलाया जाएगा ते थोड़े लिए दुआ की जाएगी। അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പുറത്തിറങ്ങാവൂ. मेरे प्रार्थना ते प्रचार तो बाद ही तुसी इस पंडाल तो बाहर जाना। വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക. इसलिए बड़ी प्रार्थना दे नाल तुसी इस स्थान दे विच बैठो। യേശു ഇന്ന് ഇവിടെ നടക്കുകയാണ്. यीशु अज साडे विचकार तुर फिर रहा है। വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക. बड़ी प्रार्थना दे नाल तुसी उस दे हजूरी च बैठो। യേശു നിങ്ങളെ തൊടും. यीशु थोनू छुएगा। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया। ഇന്ന് കൺവെൻഷൻ യോഗങ്ങളുടെ അവസാനത്തെ രാത്രിയാണ്. आज साडी बंदगी दी आखिरी रात है। യേശു ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും. यीशु मसीह अज साडे विचकार चमत्कारां नूं करनगे। ഞാൻ നിങ്ങളുടെ അടുത്ത് വചനത്തിൽ നിന്ന് പറയാൻ പോകുന്നത് मैं थोड़े विचकार वचन तो जेड़ा बोलन जा रहा हां, യേശു എന്തിന് ഭൂമിയിലേക്ക് വന്നു? यीशु मसीह इस धरती दे उत्ते क्यों आए? യേശു ഭൂമിയിലേക്ക് വന്നതിന് 4 കാരണങ്ങൾ ഞാൻ പറയാൻ പോകും. यीशु मसीह दे इस धरती दे उत्तर आन दा 4 कारण दे बारे में दसना चाहूंगा। വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. बड़े ध्यान नाल इस गल नूं सुनना। നിങ്ങളുടെ ജീവിതങ്ങൾ യേശുവിന് സമർപ്പിക്കണം. तुसी अपने जिंदगी नूं यीशु दे हवाले सौंप देना। നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കാം, असी बेशक मसीह होवांगे, യേശുവിനെ അറിയാവുന്നവരായിരിക്കാം, शायद यीशु दे बारे जानते होवांगे, എങ്കിലും യേശുവിനായി സമർപ്പിക്കണം. फिर भी असी यीशु दे लई अपने जीवन नूं सौंप दईए। കുറെ കൂടി സമർപ്പിക്കണം. थोड़ा होर असी यीशु दे हाथ विच, കുറെ കൂടി യേശുവിന്റെ അടുക്കലേക്ക് വരണം. थोड़ा होर यीशु दे नेड़े आ जाइए। അപ്പൊ യേശു നിങ്ങളുടെ അടുക്കലേക്ക് കുറെ കൂടി വരും. तां यीशु थोड़े भी थोड़ा नेड़े आवेगा। യേശു നിങ്ങളെ തൊടും. यीशु थोनू छुएगा, നിങ്ങൾ സന്തോഷിക്കും. तुसी खुश हो जाओगे। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया। ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 4 കാരണങ്ങൾ കണ്ട് യേശു ഈ ഭൂമിയിൽ വന്നു. मैं अज थोनू दसना चाहंदा ओ किहड़े 4 कारण ने जिस दे कारण प्रभु यीशु मसीह इस धरती उत्ते आए। ഒന്നാമത്തെ കാര്യം, पहला जिहड़ा कारण है, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു വന്നു. पाप तो बचाउण दे लई यीशु मसीह इस धरती दे उत्ते आए। സകല മനുഷ്യരുടെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു ഭൂമിയിൽ വന്നു. सारे इंसान दे पापां तो उन्हां नूं बचाउण दे लई यीशु इस धरती दे उत्ते आए। വേദപുസ്തകം പറയുന്നു, पवित्र बाइबल इंज दसदी है, എല്ലാവരും പാപം ചെയ്തു सबना ने पाप किया ഒരുപോലെ കൊള്ളരുതാത്തവരായി. और सब लोग परमेश्वर दे हुजूरी विच पापी हो गए। നിങ്ങളും ഞാനും എല്ലാം പാപികളായി. तुसी ते मैं सब पापी ठहरे। പാപിയായ ഒരു മനുഷ്യന് पापी जेड़े कि इंसान हुंदा है ദൈവത്തെ കാണാൻ കഴിയില്ല. वो परमेश्वर नूं वेख नहीं सकता। പാപിയായ ഒരു മനുഷ്യന് जेड़ा इंसान पापी हुंदा है ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാൻ वो കഴിയില്ല. परमेश्वर दे नेड़े नहीं जा सकता, കാരണം ദൈവം പരിശുദ്ധൻ, क्योंकि ओदा कारण है परमेश्वर ദൈവം पवित्र। മഹാപരിശുദ്ധൻ. परमेश्वर महापवित्र परमेश्वर। മനുഷ്യനോ പാപികൾ. इंसान जेड़ा है वो पापी है। അങ്ങനെയുള്ള പാപികളായ മനുഷ്യന് इस तरह दे पापी इंसान दे लई എങ്ങനെ ദൈവത്തോട്
പ്രാർത്ഥിക്കാൻ കഴിയും? ਉਹ ਪਰਮੇਸ਼ਰ ਦੇ ਸਾਹਮਣੇ ਕਿਵੇਂ ਦੁਆ ਕਰ ਸਕਦਾ ਹੈ? എങ്ങനെ നിങ്ങളുടെ ഭാരങ്ങളെ ദൈവത്തോട് പറയാൻ കഴിയും? ਤੁਸੀਂ ਆਪਣੇ ਬੋਝ ਨੂੰ ਪਰਮੇਸ਼ਰ ਦੇ ਸਾਹਮਣੇ ਕਿਵੇਂ ਦੱਸ ਸਕੋਗੇ? പാപവും കൊണ്ട് യേശുവിന്റെ അടുക്കൽ പോകാൻ കഴിയില്ല. ਤੁਸੀਂ ਪਾਪ ਦੇ ਨਾਲ ਪ੍ਰਭੂ ਯਿਸੂ ਦੇ ਨਜ਼ਦੀਕ ਨਹੀਂ ਜਾ ਸਕਦੇ। എന്നാൽ സ്വർഗത്തിൽ നിന്ന് ਪਰ ਸਵਰਗ ਦੇ ਉੱਤੋਂ സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ਸਵਰਗ ਚੋਂ ਪ੍ਰਭੂ ਯਿਸੂ ਮਸੀਹ ਜਿਹੜਾ ਪਰਮੇਸ਼ਰ ਦਾ ਪੁੱਤਰ ਸੀ ਇਸ ਧਰਤੀ ਉੱਤੇ ਆਏ। സകല പാപങ്ങളും ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു. ਉਸਨੇ ਆਪਣੇ ਉੱਤੇ ਸਾਡੇ ਪਾਪਾਂ ਨੂੰ ਚੁੱਕ ਲਿਆ ਤੇ ਕਰੂਸ ਦੇ ਉੱਤੇ ਮਰ ਗਿਆ। ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ യേശു അനുഭവിച്ചു. ਜਿਹੜੀ ਪਾਪ ਦੀ ਸਜ਼ਾ ਤੁਸੀਂ ਤੇ ਮੈਂ ਭੋਗਣੀ ਸੀ ਉਹ ਸਜ਼ਾ ਪ੍ਰਭੂ ਯਿਸੂ ਮਸੀਹ ਨੇ ਚੁੱਕ ਲਈ। അതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് യേശുവിന്റെ അടുക്കലേക്ക് ഇനി പോകാം. ਇਸ ਲਈ ਅਸੀਂ ਬੜੀ ਹਿੰਮਤ ਦੇ ਨਾਲ ਹੀ ਯਿਸੂ ਦੇ ਕੋਲੇ ਹੁਣ ਜਾ ਸਕਦੇ। യേശുവിനോട് പ്രാർത്ഥിക്കാം. ਤੁਸੀਂ ਯਿਸੂ ਦੇ ਕੋਲੇ ਜਾ ਕੇ ਦੁਆ പക്ഷെ ਕਰ നിങ്ങൾ ਸਕਦੇ। മനസ്സിലാക്കണം, ਤੁਸੀਂ ਇਸ ਗੱਲ ਨੂੰ ਸਮਝਣਾ ਹੈ പാപം കൊണ്ടല്ല യേശുവിന്റെ അടുക്കലേക്ക് പോകേണ്ടത്. ਤੁਸੀਂ ਪਾਪ ਨੂੰ ਲੈ ਕੇ ਯਿਸੂ ਦੇ ਕੋਲੇ ਨਹੀਂ ਜਾਣਾ। പാപങ്ങൾ യേശുവിനോട് ഏറ്റു പറഞ്ഞിട്ട് പോകാം. ਪਾਪ ਨੂੰ ਮੰਨ ਕੇ ਉਹਦੇ ਬਾਅਦ ਤੁਸੀਂ ਯਿਸੂ ਦੇ ਕੋਲੇ ਜਾਣਾ ਹੈ। യോഹന്നാൻ സുവിശേഷം യൂഹന്ന ਦੀ ਇੰਜੀਲ 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ਉਹਦੀ 10 ਬਾਬ ਦੀ 10 ਆਇਤ ਵਿੱਚ ਇਸ ਤਰ੍ਹਾਂ ਲਿਖਿਆ ਹੈ, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ਉਹਨਾਂ ਨੂੰ ਜੀਵਨ ਦੇਣ ਦੇ ਲਈ സമൃദ്ധിയായി ഉണ്ടാകുവാനും ਔਰ ਬਹੁਤਾਇਤ ਦਾ ਜੀਵਨ ਦੇਣ ਦੇ ਲਈ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ਯਿਸੂ ਮਸੀਹ ਕਹਿੰਦੇ ਨੇ ਮੈਂ ਇਸ ਧਰਤੀ ਉੱਤੇ ਆਇਆ। യേശു ഭൂമിയിലേക്ക് വന്നത് ਯਿਸੂ ਇਸ ਧਰਤੀ ਉੱਤੇ ਆਏ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. ਯਿਸੂ ਕਸਰਤ ਦੀ ਜ਼ਿੰਦਗੀ ਦੇਣ ਦੇ ਲਈ ਆਏ। സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. ਕਸਰਤ ਦੀ ਜ਼ਿੰਦਗੀ ਦੇਣ ਦੇ ਲਈ ਆਏ। പാപിയായ മനുഷ്യന് ਪਾਪੀ ਇਨਸਾਨ ਦੇ ਲਈ ഒരിക്കലും സമൃദ്ധമായ ജീവനില്ല. ਉਹ ਕਦੇ ਵੀ ਇੱਕ ਚੰਗਾ ਜੀਵਨ ਬਤੀਤ ਨਹੀਂ ਕਰ ਸਕਦਾ। തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന് ਜਿਹੜਾ ਇਨਸਾਨ ਗਲਤੀਆਂ ਕਰਦਾ ਹੈ ഒരിക്കലും യഥാർത്ഥ ജീവനില്ല. ਉਹ ਚੰਗਾ ਜੀਵਨ ਜੀ ਨਹੀਂ ਸਕਦਾ। പാപം ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ ജീവൻ വസിക്കുന്നില്ല. ਜਿਹੜਾ ਇਨਸਾਨ ਪਾਪ ਕਰਦਾ ਹੈ ਉਸ ਦੇ ਅੰਦਰ ਜੀਵਨ ਹੈ ਹੀ ਨਹੀਂ। പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. ਜਿਹੜਾ ਪਾਪ ਕਰਦਾ ਹੈ ਉਹ ਸ਼ੈਤਾਨ ਦਾ ਬੇਟਾ ਹੈ। പിശാച് ആദ്യം മുതലേ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും. ਕਿਉਂਕਿ ਸ਼ੈਤਾਨ ਸ਼ੁਰੂਆਤ ਤੋਂ ਹੀ ਪ੍ਰਾਪਤ ਕਰਨ ਦੀ ਪ੍ਰੇਰਣਾ ਦਿੰਦਾ ਹੈ। നിങ്ങൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളും ਭਾਵੇਂ ਤੁਸੀਂ ਛੋਟੀ ਵੀ ਗਲਤੀ ਕਿਉਂ ਨਾ ਕਰਦੇ ਹੋ, വലിയ തെറ്റുകളും ਭਾਵੇਂ ਵੱਡੀ ਗਲਤੀ ਕਰੋ, ഒരുപോലെ പാപങ്ങളാണ്. ਉਹ ਪਰਮੇਸ਼ਰ ਦੇ ਸਾਹਮਣੇ ਇੱਕੋ ਜਿਹੇ ਪਾਪ ਨੇ। ആ തെറ്റുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ ਉਹ ਪਾਪ ਨੂੰ ਜਦੋਂ ਤੁਸੀਂ ਕਰਦੇ ਹੋ പിശാച് നിങ്ങളെ പിടികൂടും. ਔਰ ਸ਼ੈਤਾਨ ਤੁਹਾਡੇ ਉੱਤੇ ਆ ਕੇ ਕਾਬਜ ਹੋ ਜਾਂਦਾ ਹੈ, നിങ്ങളുടെ നല്ല ജീവൻ ഇല്ലാതെയാകും. ਤੁਹਾਡੇ ਜ਼ਿੰਦਗੀ ਨੂੰ ਬਰਬਾਦ ਕਰਦਾ ਹੈ, നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നു. ਤੁਹਾਨੂੰ ਨਰਕ ਦੇ ਵੱਲ ਲੈ ਕੇ ਜਾਂਦਾ ਹੈ। ആ അവസ്ഥയിൽ നിന്ന് ਉਸ ਹਾਲਾਤ ਦੇ ਵਿੱਚੋਂ യേശു ക്രിസ്തു ਯਿਸੂ ਮਸੀਹ നിങ്ങളെ ജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ਤੁਹਾਨੂੰ ਜਿਉਣ ਦੇ ਵੱਲ ਲੈ ਕੇ ਪ੍ਰਵੇਸ਼ ਕਰਦਾ। നിങ്ങൾ യേശുവിന്റെ അടുക്കൽ പോയി ਜਦੋਂ ਤੁਸੀਂ ਯਿਸੂ ਦੇ ਕੋਲੇ ਜਾਂਦੇ ਹੋ കർത്താവ് എന്റെ പാപങ്ങളെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ਔਰ ਪ੍ਰਭੂ ਦੇ ਸਾਹਮਣੇ ਮੰਨਦੇ ਹੋ, ਪ੍ਰਭੂ ਮੇਰੇ ਪਾਪਾਂ ਨੂੰ ਮਾਫ ਕਰ, നിങ്ങളെ പാപങ്ങളെ യേശു ശുദ്ധമാക്കും. ਯਿਸੂ ਮਸੀਹ ਤੁਹਾਡੇ ਪਾਪ ਤੋਂ ਤੁਹਾਨੂੰ ਸ਼ੁੱਧ ਕਰਦਾ ਹੈ। യോഹന്നാൻ എഴുതിയ സുവിശേഷം യൂഹന്ന ਦੀ ਇੰਜੀਲ 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ਉਹਦੀ 8 ਬਾਬ ਤੇ 12 ਵਚਨ ਵਿੱਚ ਇਸ ਤਰ੍ਹਾਂ ਲਿਖਿਆ ਹੈ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. मैं इस दुनिया दी ज्योति हाँ എന്നെ അനുഗമിക്കുന്നവൻ और जो मेरे पीछे तुरता है ഇരുളിൽ നടക്കാതെ वो कदे हनेरे विच नहीं ജീവന്റെ വെളിച്ചം ഉള്ളവനാകും. सगों वो जीवन दे चानन विच चलेगा। യേശു വെളിച്ചമാകും. यीशु मसीह इस दुनिया दा चानन है। യേശുവിനെ അനുഗമിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു. जेड़ा यीशु दे पीछे तुरता है वो चानन विच चलता है। യേശുവിനെ അനുഗമിക്കാത്തവൻ जेड़ा यीशु दे पीछे नहीं तुरता ഇരുളിൽ നടക്കുന്നു. वो हनेरे विच चलता है। അതായത് പാപത്തിൽ നടക്കുന്നു. जिसका मतलब पाप दे विच तुरता है। പാപത്തിൽ നടക്കുന്നവൻ പിശാചിന്റെ പുറകെ നടക്കുന്നു. जेड़ा पाप दे विच तुरता है वो शैतान दे पीछे चलता है। അവൻ ഇരുട്ടിൽ നടക്കുന്നു. वो हनेरे विच चलता है। അവന്റെ ജീവിതത്തിന് വെളിച്ചമില്ല. उसके जीवन विच चानन है ही नहीं, അവൻ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നു. क्योंकि वो नरक दे वल जा रहा है। നീ പാപം ചെയ്ത് जेकर तुसी पाप करते हो നിന്റെ ജീവൻ നരകത്തിന് തുല്യമാകുമ്പോൾ थोड़ा जिंदगी नरक दे बराबर जदों बन जाती है। ഇന്ന് രാത്രി നീ മനസ്സിലാക്കുക, आज रात ਨੂੰ तुसी इस गल ਨੂੰ समझना है। പാപം ചെയ്യുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, जेकर कोई इस पंडाल दे विच बैठा है जेड़ा पाप कर रहा है, പാപം ചെയ്യുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, मेरी आवाज जिन्ना तिकर पहुंच रही है, जेकर कोई पाप दे विच फंसया होया है, പ്രിയ സഹോദര സഹോദരി, मेरे प्यारे भैणों ते भराओ, നിന്റെ ജീവിതം സാത്താൻ നരകത്തിൽ കൊണ്ടുപോകാതിരിക്കാൻ, थोड़ी जिंदगी ਨੂੰ शैतान नरक दे वल ना ले जाउण दे लई നീ ആ പാപങ്ങളെ യേശുവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. तुसी अपने पापां ਨੂੰ ਯਿਸੂ ਦੀ ਹਜ਼ੂਰੀ ਦੇ ਵਿੱਚ ਆ ਕੇ ਮੰਨ ਲਓ। യോഹന്നാൻ എഴുതിയ സുവിശേഷം യൂഹന്ന ਦੀ ਇੰਜੀਲ 8-ാം അധ്യായത്തിൽ പറയുന്നു, ਉਹਦੀ 8 ਬਾਬ ਦੇ ਵਿੱਚ ਲਿਖਿਆ ਹੈ, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ਇੱਕ ਅਜਿਹੀ ਇਸਤਰੀ ਜਿਹੜੀ ਜਨਾਹ ਦੇ ਵਿੱਚ ਫੜੀ ਗਈ,
യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ਉਸ ਨੂੰ ਯਿਸੂ ਕੋਲੇ ਲਿਆਂਦਾ ਗਿਆ। അവിടെ ഉണ്ടായിരുന്ന മഹാപുരോഹിതന്മാരെല്ലാവരോട് പറഞ്ഞു, ਉੱਥੇ ਜਿੰਨੇ ਵੀ ਜਾਜਕ ਸਨ, ਮਹਾਪੁਰੋਹਿਤ ਸਨ, ਉਹਨਾਂ ਨੇ ਇਸ ਤਰ੍ਹਾਂ ਕਿਹਾ, ഇവളെ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിരിക്കുന്നു. ਇਹ ਇਸਤਰੀ വ്യഭിਚਾਰ ਦੇ ਵਿੱਚ ਫੜੀ ਗਈ ਹੈ। ന്യായപ്രമാണത്തിന്റെ ശിക്ഷ അനുസരിച്ച് मूसा ਦੇ व्यवस्था ਦੇ ਅਨੁਸਾਰ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ਇਸ ਨੂੰ ਪੱਥਰ ਮਾਰ ਕੇ ਮਾਰ ਦੇਣਾ, ഇവൾ പാപിയാണ്, क्योंकि ये पापी है। ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ਇਸ ਨੂੰ ਪੱਥਰ ਮਾਰ ਕੇ ਮਾਰ ਦੇਣਾ। യേശുവിനോട് ചോദിച്ചു, നീ എന്ത് പറയുന്നു? ਯਿਸੂ ਨੂੰ ਪੁੱਛਦੇ, ਯਿਸੂ ਤੂੰ ਇਸ ਇਸਤਰੀ ਬਾਰੇ ਕੀ ਕਹਿ ਰਿਹਾ ਹੈ? യേശു അവരെല്ലാരും നോക്കി. ਯਿਸੂ ਨੇ ਉਹਨਾਂ ਦੇ ਵੱਲ ਵੇਖਿਆ। എന്നിട്ട് ചോദിച്ചു, ਉਸ ਤੋਂ ਬਾਅਦ ਯਿਸੂ ਨੇ ਪੁੱਛਿਆ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ਤੁਹਾਡੇ ਵਿੱਚੋਂ ਕੋਈ ਅਜਿਹਾ ਹੈ ਜਿਹਨੇ ਪਾਪ ਨਹੀਂ ਕੀਤਾ, ਉਹ ਪਹਿਲਾ ਪੱਥਰ ਉਸ ਇਸਤਰੀ ਤੇ ਮਾਰੇ। നിങ്ങളിൽ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളെ കല്ലെറിയുക. ਤੁਹਾਡੇ ਵਿੱਚੋਂ ਜਿਸਨੇ ਪਾਪ नहीं ਕੀਤਾ, ਉਹ ਪਹਿਲਾ ਪੱਥਰ ਮਾਰੇ। ആരും കല്ലെറിഞ്ഞില്ല. ਕਿਸੇ ਨੇ ਵੀ ਉਸ ਇਸਤਰੀ ਤੇ ਪੱਥਰ ਨਹੀਂ ਮਾਰੇ। എന്താ കാര്യം? ਉਸ ਦਾ ਕਾਰਨ ਕੀ ਹੈ? എല്ലാവരും പാപികളായിരുന്നു. क्योंकि सारे पापी ਸਨ। യേശു ആ സ്ത്രീയോട് പറഞ്ഞു, यीशु ने उस स्त्री ਨੂੰ ਕਿਹਾ, എന്നെ ആരും കല്ലെറിഞ്ഞില്ല, ਤੈਨੂੰ ਕਿਸੇ ਨੇ ਵੀ ਪੱਥਰ, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല. मैं भी तेरे ਉੱਤੇ ਸਜ਼ਾ ਦਾ ਦੰਡ ഇപ്പോൾ नहीं देता। ഇപ്പൊ നീ പോക. तू जा सकती है। ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. अगां तो तू पाप ना करेंगे। ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. आगे तो तू पाप ना करेंगे। പാപം ചെയ്യാൻ നീ കല്ലെറിയപ്പെടുന്നു. क्योंकि जे तू पाप करेंगी तो लोग तेनू पत्थरा ना, പിശാച് നിന്നെ തകർത്ത് കളയുന്നു. शैतान तेरा नाश कर देगा। സാത്താൻ നിന്നെ ബന്ധിക്കുന്നു. शैतान तेनू बन देवेगा। നിന്റെ കുടുംബത്തെ ബന്ധിക്കുന്നു. तेरे परिवार नु बन देवेगा। നിന്റെ ബുദ്ധിയെ ബന്ധിക്കുന്നു. तेरे बुद्धि नु बन देवेगा। നിന്റെ സമ്പത്തിനെ ബന്ധിക്കുന്നു. तेरे पैसे नु बन देवेगा। നിന്റെ മക്കളെ ബന്ധിക്കുന്നു. तेरे बच्चों नु बन देवेगा। പാപം നിന്നെ നരകത്തിൽ കൊണ്ടുപോകുന്നു. पाप थोनू नरक दे वल लेके जावेगा। മദ്യപാനിയായ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, जेकर मेरी कोई आवाज सुनता है, जेकर कोई भरा शराबी है, शराब पीती है, മദ്യപാനം ഒരു പാപമാണ്. वो शराब पीना एक पाप है। ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, जेकर कोई नशे दी आदी है और मेरी आवाज नु सुन रहा है, അതൊരു പാപമാണ്. नशा लेना पाप है। അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. वो शैतान दा काम है। നിന്റെ ജീവിതത്തെ അത് ബന്ധിക്കുന്ന, थोड़े जीवन नु वो बन दिंदी है। നീ തകർച്ചയിലേക്ക് പോകേണ്ടി വരുന്നു. तुसी नाश दे वल जा നിന്റെ रहे हो। കുടുംബങ്ങൾ നാശത്തിലേക്ക് പോകേണ്ടി थोड़े വരുന്നു. परिवार नाश दे वल जा रहा है। പരസ്പരം വഴക്ക് കൂടുന്ന ആരെങ്കിലും ഇതിനൊക്കെ തിരിപ്പുണ്ടെങ്കിൽ, जेकर कोई आपस विच लड़ाई झगड़ा करता है, इस पंडाल दे विच बैठा, तुसी इस गल नु समझना है। നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു പാപമാണ്. तुसी इस गल नु समझो, ओ पाप है। പിണക്കമുണ്ടായ ആരെങ്കിലും തിരിപ്പുണ്ടോ? एक दूजे नाल जे असी गुस्सा करते हां, അതൊരു പാപമാണ്. वो भी एक पाप है। അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. वो शैतान दा काम है। നിങ്ങൾ അയൽവക്കക്കാരോട് പിണക്കത്തിലാണെങ്കിൽ, जेकर तुसी अपने पड़ोसी नाल नफरत करते हो, പിശാച് നിന്റെ വീടിനെ ബന്ധിക്കുന്നു. शैतान थोड़े घर नु बन दिंदा है। കാരണം നീ പാപം ചെയ്യുന്നു. क्योंकि तुसी पाप कर रहे हो। കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യുന്നവരുണ്ടോ? कोई अजिहा है जेड़ा अखां दे द्वारा पाप करता है। കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണുന്നവരുണ്ടോ? जेड़ी वस्तुआं नु असी नहीं वेखना, जेकर तुसी उस नु वेखदे हो, അത് പാപമാണ്. वो पाप है। പിശാച് നിന്നെ ബന്ധിക്കുന്നു. शैतान थोनू बन दिंदा है। യേശുവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരിക. तुसी यीशु दे कोले वापस मुड़ के आओ। കർത്താവേ, ഞാൻ ചില തെറ്റുകൾ ചെയ്തു പോയി. तुसी प्रभु दे अगे मनो ते कहो, प्रभु यीशु मसीह मैं कुछ गलतियां कीतियां। കർത്താവേ, എന്റെ നാവ് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു. प्रभु यीशु मसीह मैं अपने जीव दे द्वारा पाप कीते। ഞാൻ വഴക്കുണ്ടാക്കി. मैं तुझे नाल लड़ाई झगड़ा कीता। ഞാൻ പിണക്കമുണ്ടാക്കി. मैं तुझे नाल नफरत कीती। ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചു. मैं नशे दा वर्ताव कीता। ഞാൻ മദ്യപിച്ചു. मैं शराब पीती। ഞാൻ വ്യഭിചാര കുറ്റം ചെയ്തു. मैं व्यभिचार कीता। ഒത്തിരി പാപങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് കർത്താവേ. बहुत सारे पाप प्रभु यीशु मसीह मेरी जिंदगियां दे विच ने। ഇന്ന് രാത്രി നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. आज रात नु तू अपने लहू दे नाल मैनू शुद्ध कर। ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ, जेकर थोड़े जिंदगियां दे विच कोई भी पाप क्यों ना हो, ഇന്ന് രാത്രി നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വരിക. तुसी आज रात नु यीशु दे कोले आओ എന്നിട്ട് പ്രാർത്ഥിക്കുക, और प्रार्थना करो, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. प्रभु यीशु मसीह मैनू माफ कर। കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. प्रभु यीशु मसीह मैनू माफ कर। പ്രിയ, നമ്മൾ ആരും ശുദ്ധരല്ല. मेरे प्रियो, असी कोई भी पवित्र नहीं हां। നമ്മൾ ആരും പരിശുദ്ധരല്ല. असी कोई भी पवित्र नहीं हां। ചെറുതോ വലുതോ ആയ ചെറിയ തെറ്റുകൾ നമ്മളിലുണ്ട്. साडे जिंदगियां विच छोटा या वड्डियां कोई ना कोई गलतियां जरूर हुंदियां ने। ആ തെറ്റും വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. उस गलतियां नु जे असी जिंदगियां दे विच रखे, परमेश्वर दे सामने दुआ करिए, परमेश्वर साडे दुआ नु सुनूगा नहीं। ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം വരില്ല. उस प्रार्थना दा कोई जवाब नहीं मिलेगा। ആ പ്രാർത്ഥനകളിലെ രോഗങ്ങളെ സൗഖ്യമാകില്ല. उस प्रार्थना दे द्वारा बीमार चंगे नहीं होंगे। നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരില്ല. थोड़े जिंदगियां दे विच खुशी नहीं आवेगी। ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, आज रात नु मैं थानू दसना चाहुंदा हां, നിങ്ങളുടെ പാപങ്ങൾ അഴിപ്പാൻ എത്ര യേശു സ്വർഗ്ഗത്തിൽ നിന്ന് थोड़े വന്നത്. पापां तो आजादी देण दे लई यीशु इस धरती उत्ते प्रगट होए। യേശുവിനോട് പറയുക, तुसी
ਅੱਜ ਯਿਸੂ ਨੂੰ ਬੋਲੋ, കർത്താവിനോട് ക്ഷമിക്കണമേ, ਪ੍ਰਭੂ ਯਿਸੂ ਮਸੀਹ ਮੈਨੂੰ ਮਾਫ ਕਰ, ഇനി മേലാൽ ഞാൻ ഈ തെറ്റിലേക്ക് പോകില്ല, मैं ਅੱਗੇ ਤੋਂ ਇਸ ਪਾਪ ਦੇ ਵੱਲ ਕਦਮ ਨਹੀਂ ਪੁੱਟਾਂਗਾ, ഞാൻ എന്നെ തന്നെ യേശുവിന് സമർപ്പിക്കുന്നു, मैं अपने आप ਨੂੰ ਯਿਸੂ ਤੇਰੇ ਹਵਾਲੇ ਸੌਂਪਦਾ, ഞാൻ യേശുവിന് സമർപ്പിക്കുന്നു, मैं यीशु तेरे हवाले सौंपदा, യേശുവേ എന്നെ രക്ഷിക്കണമേ, हे यीशु मैनू बचा ले, യേശുവേ എന്നെ രക്ഷിക്കണമേ, हे यीशु मैनू बचा ले, പിശാചിനെ എന്നെ വിട്ടുകൊടുക്കരുതേ, शैतान दे हाथ विच मैनू कदे भी ना छड्ड। എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിനായി സമർപ്പിക്കുവാൻ, किन्ने लोग दे मन दे विच ए इच्छा है कि तुसी अपनी जिंदगी यीशु दे हाथ विच सौंप दो, കരങ്ങൾ ഉയർത്തുക, उन्हां दे हाथ नू मैं वेखना चाहुंदा जेड़ा यीशु യേശുവിനെ സമർപ്പിക്കാൻ താല്പര്യമുള്ള കരങ്ങൾ ഉയർത്തുക, जेड़े यीशु नू अपनी जिंदगी सौंपना चाहुंदे ने, കണ്ണുകളടയ്ക്കാൻ കരങ്ങൾ ഉയർത്തിയവർക്ക് जिन्हां ने हाथ चुके ने वो अपने अखां नू बंद करिए, പ്രാർത്ഥിക്കുന്നു. प्रार्थना करिए। കർത്താവേ സ്വർഗീയ പിതാവേ, साडे स्वर्गीय पिता, സമർപ്പിക്കപ്പെട്ട ഈ മക്കൾ അങ്ങയുടെ കരങ്ങൾ തരും, प्रभु जिन्हां लोकां ने अपने हाथ चुके उन्हां नू तेरे हाथ विच सौंपदे हां, അവരുടെ എല്ലാ അശുദ്ധികളെയും കഴുകണം, प्रभु उन्हां दे सब पापां नू माफ कर, പുതിയ ജീവിതം കൊടുക്കണം, उन्हां दी जिंदगी च नवा जीवन दे, യേശുവിൻ നാമത്തിൽ തന്നെ, यीशु दे नाम विच मंगदे हां, ആമേൻ. आमीन, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാവും, ਜਦੋਂ ਤੁਸੀਂ ਪਾਪ ਨੂੰ ਮੰਨ ਲੈਨੇ ਹੋ ਤਾਂ ਤੁਸੀਂ ਇੱਕ ਨਵੀਂ ਸ੍ਰਿਸ਼ਟੀ, ਇੱਕ ਰਚਨਾ ਬਣ ਜਾਂਦੇ ਹੋ, നിങ്ങൾ യേശുവിന്റെ മക്കളാവും. ਤੁਸੀਂ ਯਿਸੂ ਦੇ ਬੱਚੇ ਬਣ ਜਾਂਦੇ ਹੋ। രണ്ടാമതായി, ਦੂਸਰੀ ਗੱਲ ਜਿਹੜੀ ਹੈ, യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? ਯਿਸੂ ਇਸ ਧਰਤੀ ਉੱਤੇ ਕਾਹਦੇ ਲਈ ਆਏ? നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും, ਤੁਹਾਡੇ ਬਿਮਾਰੀਆਂ ਤੋਂ ਤੁਹਾਨੂੰ ਚੰਗਾ ਕਰਨ ਦੇ, നിങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം തരാം. ਉਹ ਤੁਹਾਡੇ ਦਰਦ ਦੇ ਹਾਲਾਤ ਵਿੱਚ ਤੁਹਾਨੂੰ ਤਸੱਲੀ ਦੇਣ ਦੇ ਲਈ। ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, ਅੱਜ ਰਾਤ ਨੂੰ ਤੁਸੀਂ ਇਸ ਗੱਲ ਨੂੰ ਸਮਝੋ, ഏതൊരു പ്രശ്നത്തിനും യേശു പരിഹാരം തരും. ਤੁਹਾਡੇ ਜ਼ਿੰਦਗੀ ਦੇ ਕੋਈ ਵੀ ਸਵਾਲਾਂ ਦਾ ਯਿਸੂ ਮਸੀਹ ਹੱਲ ਕਰਕੇ ਦੇਵੇਗਾ। എത്ര വലിയ ഭാരം നിങ്ങൾക്കുണ്ടായിരുന്നാലും യേശു അത് മാറ്റും. ਭਾਵੇਂ ਕਿੱਡਾ ਵੱਡਾ ਬੋਝ ਤੁਸੀਂ ਆਪਣੀ ਜ਼ਿੰਦਗੀ 'ਚ ਲੈ ਕੇ ਚੱਲ ਰਹੇ ਹੋ, ਯਿਸੂ ਮਸੀਹ ਉਸ ਬੋਝ ਨੂੰ ਦੂਰ ਕਰੇਗਾ। യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ യൂഹന്നാ ਦੀ ਇੰਜੀਲ ਉਹਦੇ 11 ਬਾਬ ਦੇ ਵਿੱਚ ਜਦੋਂ ਅਸੀਂ ਪੜ੍ਹਦੇ ਹਾਂ, മരിച്ചുപോയ ലാസറിന്റെ കല്ലറയ്ക്കലെടുക്കൽ യേശു എത്തി. ਮਰੇ ਹੋਏ ਲਾਜ਼ਰ ਦੇ ਉਸ ਕਬਰ ਦੇ ਨੇੜੇ ਯਿਸੂ ਪਹੁੰਚੇ। മരിച്ചു 4 ദിവസമായി, ਉਸ ਨੂੰ ਮਰਨ ਦੇ ਬਾਅਦ 4 ਦਿਨ ਬੀਤ ਗਏ നാറ്റം വെച്ചിരിക്കുന്നു. और ਉਸ ਦੇ ਕਬਰ ਤੋਂ ਬਦਬੂ ਆ ਰਹੀ ਹੈ ലാസറിന്റെ സഹോദരിമാർ പൊട്ടിക്കരയുകയാണ്. और ਲਾਜ਼ਰ ਦੀ ਜਿਹੜੀ ਭੈਣਾਂ ਨੇ ਉੱਥੇ ਰੋ ਰਹੀ ਨੇ। കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കയില്ലായിരുന്നു. ਉਹ ਭੈਣਾਂ ਕਹਿੰਦੀਆਂ ਨੇ, ਯਿਸੂ ਜੇਕਰ ਤੂੰ ਇੱਥੇ ਹੁੰਦਾ ਤਾਂ ਸਾਡਾ ਭਰਾ ਨਹੀਂ ਮਰਦਾ। സഹോദരിമാരുടെ കണ്ണുനീര് കണ്ട് യേശുവിന്റെ മനസ്സലിഞ്ഞു. ਲਾਜ਼ਰ ਦੇ ਭੈਣਾਂ ਦੇ ਹੰਝੂਆਂ ਨੂੰ ਵੇਖੇ ਯਿਸੂ ਦਾ ਦਿਲ ਵੀ ਟੁੱਟ ਗਿਆ। വേദപുസ്തകം പറയുന്നു, ਪਵਿੱਤਰ ਬਾਣੀ ਦੱਸਦੀ ਹੈ യേശുവിന്റെ ഉള്ളം നൊന്ന് കലങ്ങി. ਯਿਸੂ ਮਸੀਹ ਦਾ ਜਿਹੜਾ ਸੀ ਦਿਲ ਉਹ ना हो गया। പ്രിയമുള്ളവർ മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാരം കാണുമ്പോൾ യേശുവിന്റെ മനസ്സലിയുന്നു. इसलिए मेरे प्यारो इस गल ਨੂੰ ਸਮਝੋ, ਜਿਹੜੇ ਤੁਹਾਡੇ ਭਾਰ ਨੂੰ ਯਿਸੂ ਵੇਖਦਾ ਹੈ, ਯਿਸੂ ਦਾ ਦਿਲ ਵੀ ਪਰੇਸ਼ਾਨ ਹੋ ਜਾਂਦਾ। നിങ്ങളുടെ വേദനകൾ യേശുവിന്റെ വേദനകളാണ്. ਤੁਹਾਡੇ ਦਰਦ ਜਿਹੜੇ ਨੇ ਉਹ ਯਿਸੂ ਦੇ ਦਰਦ ਨੇ। നിങ്ങളുടെ രോഗങ്ങൾ യേശുവിന്റെ രോഗങ്ങളാണ്. ਤੁਹਾਡੀ ਬਿਮਾਰੀਆਂ ਯਿਸੂ ਦੀ ਬਿਮਾਰੀਆਂ ਨੇ। അത് യേശു മാറ്റിത്തരും. ਉਸ ਬਿਮਾਰੀਆਂ ਨੂੰ ਯਿਸੂ ਦੂਰ ਕਰੇਗਾ। ഈ വിശ്വാസത്തോടെ വന്നാൽ, ਤੁਸੀਂ ਵਿਸ਼ਵਾਸ ਦੇ ਨਾਲ ਜਦੋਂ ਆਉਂਦੇ ਹੋ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, ਵਿਸ਼ਵਾਸ ਦੇ ਨਾਲ ਦੁਆ ਕਰਦੇ ਹੋ പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ, और पापा ਨੂੰ ਯਿਸੂ ਦੇ ਸਾਹਮਣੇ ਮੰਨ ਲੈਨੇ और प्रार्थना करते हो, നിന്റെ രോഗങ്ങളെ യേശു സൗഖ്യമാക്കും. ਤੁਹਾਡੇ ਬਿਮਾਰਾਂ ਨੂੰ ਯਿਸੂ ਚੰਗਾ ਕਰੇਗਾ। രോഗങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ ബന്ധിക്കുന്നത് പിശാചാണ്. ਤੁਹਾਡੇ ਜ਼ਿੰਦਗੀਆਂ 'ਚ ਬਿਮਾਰੀ ਲਾ ਕੇ ਤੁਹਾਨੂੰ ਬੰਧਨ ਦੇ ਵਿੱਚ ਪਾਉਣ ਵਾਲਾ ਇਨਸਾਨ ਸ਼ੈਤਾਨ ਹੈ। പിശാച് അനേകമായ രോഗങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യനെ നരക തുല്യമാക്കുന്നു. ਸ਼ੈਤਾਨ ਬਹੁਤ ਸਾਰੇ ਇਨਸਾਨੇ ਜ਼ਿੰਦਗੀਆਂ ਦੇ ਵਿੱਚ ਬਿਮਾਰੀ ਲਾ ਕੇ ਉਹਨਾਂ ਦੀ ਜ਼ਿੰਦਗੀਆਂ ਨੂੰ ਨਰਕ ਦੇ ਬਰਾਬਰ ਬਣਾ ਦਿੰਦਾ ਹੈ। പിശാചിന്റെ ഈ കെട്ടുകൾ അഴിക്കാനാണ് യേശു വന്നത്. ਉਹ ਸ਼ੈਤਾਨ ਦੇ ਉਸ ਬੰਧਨਾਂ ਨੂੰ ਤੋਂ ਆਜ਼ਾਦ ਕਰਨ ਦੇ ਲਈ ਯਿਸੂ ਇਸ ਧਰਤੀ ਉੱਤੇ ਆਏ। നിങ്ങളുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടാൻ, ਤੁਹਾਡੀ ਜ਼ਿੰਦਗੀਆਂ ਨੂੰ ਬਦਲਣ ਦੇ ਲਈ, നിങ്ങളെ സൗഖ്യമാക്കാൻ ਤੁਹਾਨੂੰ ਚੰਗਿਆਈ ਦੇਣ ਦੇ ਲਈ യേശു ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ਯਿਸੂ ਮਸੀਹ ਅੱਜ ਰਾਤ ਵੀ ਇਸ ਪੰਡਾਲ ਦੇ ਵਿੱਚ ਹੈ। വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ਤੁਸੀਂ ਵਿਸ਼ਵਾਸ ਦੇ ਨਾਲ ਪ੍ਰਾਰਥਨਾ ਕਰੋ। ഇന്ന് രാത്രി അനേക രോഗികളെ യേശു സ്പർശിക്കും. ਅੱਜ ਰਾਤ ਯਿਸੂ ਬਹੁਤ ਸਾਰੇ ਬਿਮਾਰਾਂ ਨੂੰ ਚੰਗਾ ਕਰੇਗਾ। നിങ്ങളുടെ വേദനകൾക്ക് ഇന്ന് സൗഖ്യമുണ്ടാകും. ਤੁਹਾਡੇ ਦਰਦ ਦੇ ਲਈ ਯਿਸੂ ਮਸੀਹ ਤੁਹਾਨੂੰ ਤਸੱਲੀ ਦੇਵੇਗਾ। ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ਫਿਲਿੱਪੀਓ ਦੀ ਚਿੱਠੀ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ਉਹਦੀ 4 ਬਾਬ 6 ਵਚਨ ਵਿੱਚ ਲਿਖਿਆ ਹੈ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, ਤੁਸੀਂ ਕਿਸੇ ਦੀ ਗੱਲ ਦੇ ਬਾਰੇ ਚਿੰਤਾ ਨਾ ਕਰੋ, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവസന്നിധിയിൽ വരിക. ਬਲਕਿ ਪਰਮੇਸ਼ਰ ਦੇ ਹਜ਼ੂਰੀ ਦੇ ਵਿੱਚ ਆਉਣੇ ਤੁਸੀਂ ਪ੍ਰਾਰਥਨਾ ਤੇ ਬੇਨਤੀਆਂ ਨੂੰ ਲੈ ਕੇ ਆਓ। നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ വെക്കുക. ਤੁਸੀਂ ਆਪਣੇ ਇਹਨਾਂ ਨੂੰ ਪ੍ਰਭੂ ਦੇ ਹਜ਼ੂਰੀ ਦੇ ਵਿੱਚ നിങ്ങളുടെ ਰੱਖੋ। രോഗങ്ങളെ യേശു സൗഖ്യമാക്കും. ਤੁਹਾਡੇ ਬਿਮਾਰਾਂ ਨੂੰ ਯਿਸੂ ਚੰਗਾ ਕਰੇਗਾ। അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ ਰਸੂਲਾਂ ਦੇ ਕਰਤੱਵ ਦੇ 3 ਬਾਬ ਦੇ ਵਿੱਚ ਜਦੋਂ ਅਸੀਂ ਵੇਖਦੇ ਹਾਂ,
പത്രോസും യോഹന്നാനും ഒരു ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ ਪਤਰਸ ਅਤੇ ਯਹੋਨਾ ਜਦੋਂ ਹੈਕਲ ਦੇ ਵੱਲ ਜਾਂਦੇ ਨੇ, അവിടെ മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടു. ਉੱਥੇ ਇੱਕ ਲੰਗੜੇ ਵਿਅਕਤੀ ਨੂੰ ਅਸੀਂ ਵੇਖਦੇ ਹਾਂ. അവൻ ഭിക്ഷ ചോദിച്ചു. ਉਸਨੇ ਉਹਨਾਂ ਤੋਂ ਭੀਖ ਮੰਗੀ. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല തരാൻ. ਉਹਨਾਂ ਨੇ ਕਿਹਾ ਸਾਡੇ ਕੋਲੇ ਤੈਨੂੰ ਦੇਣ ਦੇ ਲਈ ਕੁਝ ਵੀ ਨਹੀਂ ਹੈ. എന്നാൽ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക. ਪਰ ਯਿਸੂ ਦਾ ਨਾਮ ਹੈ, ਤੂੰ ਯਿਸੂ ਨਾਸਰੀ ਦੇ ਨਾਮ ਦੇ ਵਿੱਚ ਉੱਠ ਖੜਾ ਹੋ ਜਾ. അവന്റെ കാലുകൾക്ക് ബലം പ്രാപിച്ചു. ਉਸ ਦੇ ਲੱਤਾਂ ਦੇ ਵਿੱਚ ਤਾਕਤ ਆ ਗਈ. അവൻ സൗഖ്യമായി. ਉਹ ਚੰਗਾ ਹੋ ਗਿਆ. യേശുവിന്റെ നാമത്തിൽ. ਯਿਸੂ ਦੇ ਨਾਮ ਦੇ ਵਿੱਚ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ਜਦੋਂ ਯਿਸੂ ਇਸ ਧਰਤੀ ਦੇ ਉੱਤੇ ਸੀ, അവന്റെ മുമ്പിൽ വന്ന സകല രോഗികളെ സൗഖ്യമാക്കി. ਉਸ ਦੇ ਕੋਲ ਜਿੰਨੇ ਵੀ ਬਿਮਾਰ ਆਏ, ਯਿਸੂ ਨੇ ਸਭ ਬਿਮਾਰਾਂ ਨੂੰ ਚੰਗਾ ਕੀਤਾ. അപ്പോസ്തലന്മാർ യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി. ਰਸੂਲਾਂ ਨੇ ਯਿਸੂ ਦਾ ਨਾਮ ਲੈ ਕੇ ਬਿਮਾਰਾਂ ਨੂੰ ਚੰਗਾ ਕੀਤਾ. ഈ കാലഘട്ടത്തിൽ ദൈവവേലക്കാർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ਇਹਨਾਂ ਦਿਨਾਂ ਵਿੱਚ ਵੀ ਪ੍ਰਭੂ ਦੇ ਖਾਦਮ ਯਿਸੂ ਦੇ ਨਾਮ ਦੇ ਨਾਲ ਜਦੋਂ ਪ੍ਰਾਰਥਨਾ ਕਰਦਾ ਨੇ, ਉਹ ਯਿਸੂ ਬਿਮਾਰਾਂ ਨੂੰ ਚੰਗਾ ਕਰਦਾ ਹੈ. കഴിഞ്ഞ 2 രാത്രികളിൽ ਪਿਛਲੇ 2 ਰਾਤਾਂ ਨੂੰ ഇവിടെ പലർ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. ਇੱਥੇ ਬਹੁਤ ਸਾਰੇ ਲੋਕਾਂ ਨੂੰ ਯਿਸੂ ਨੇ ਚੰਗਾ ਕੀਤਾ. ഇന്ന് രാത്രിയും യേശു നിങ്ങളെ സൗഖ്യമാക്കും. ਅੱਜ ਰਾਤ ਨੂੰ ਵੀ ਯਿਸੂ ਤੁਹਾਨੂੰ ਚੰਗਾ ਕਰੇਗਾ. പക്ഷെ നിങ്ങൾ സമർപ്പിക്കണം. ਪਰ ਤੁਸੀਂ ਯਿਸੂ ਦੇ ਹਵਾਲੇ ਆਪਣੇ ਆਪ കർത്താവിന്റെ പാപങ്ങളെ പൊറുക്കണമെന്ന് ਤੁਸੀਂ പറയണം. ਪ੍ਰਭੂ ਯਿਸੂ ਨੂੰ ਕਹਣਾ, ਪ੍ਰਭੂ ਯਿਸੂ ਮਸੀਹ ਮੇਰੇ ਪਾਪਾਂ ਨੂੰ ਮਾਫ ਕਰ. എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കണമെന്ന് ਮੇਰੇ ਬਿਮਾਰੀਆਂ പ്രാർത്ഥിക്കണം. ਤੋਂ ਪ੍ਰਭੂ ਤੂੰ ਮੈਨੂੰ ਚੰਗਾ ਕਰ. അനേകം രോഗികളെ കർത്താവ് ഈ നാളുകൾ തൊട്ട് സൗഖ്യമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ਬਹੁਤ ਸਾਰੇ ਬਿਮਾਰਾਂ ਨੂੰ ਇਹਨਾਂ ਦਿਨਾਂ ਵਿੱਚ ਪ੍ਰਭੂ ਛੂ ਕੇ ਚੰਗਾ ਕਰ ਰਿਹਾ ਹੈ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ਦੁਨੀਆ ਦੇ ਵੱਖਰੇ ਵੱਖਰੇ ਕੋਨਿਆਂ ਦੇ ਵਿੱਚ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ਬਹੁਤ ਸਾਰੇ ਚਮਤਕਾਰ ਹੋ ਰਹੇ ਨੇ. ഞങ്ങൾ ഇവിടെ പഞ്ചാബിലായിരുന്നപ്പോ ਜਦੋਂ ਅਸੀਂ ਇਸ ਪੰਜਾਬ ਦੇ ਵਿੱਚ ਸੀ, എന്റെ മകൾക്ക് മാരകമായ രോഗം ബാധിച്ചു. ਮੇਰੀ ਬੇਟੀ ਇੱਕ ਬਿਮਾਰੀ ਨਾਲ ਗ੍ਰਸਤ ਹੋ ਗਈ ਸੀ. 1 മാസം രോഗത്തിന്റെ അവസ്ഥയിൽ തീരാത്ത വേദന അനുഭവിച്ചു. 1 മਹੀਨੇ ਤੱਕ ਮੇਰੀ ਬੇਟੀ ਬਹੁਤ ਬਿਮਾਰ ਰਹੀ. ഡോക്ടർ പറഞ്ഞു വളരെ കഷ്ടമായ സാഹചര്യമാണ്. और डॉक्टਰਾਂ ने भी कह ਦਿੱਤਾ ਇਹਦਾ ਬਚਣਾ ਮੁਸ਼ਕਿਲ ਹੈ. ജീവൻ തിരിച്ചു കിട്ടുന്നത് പോലും പ്രയാസമാണ്. ਅਸੀਂ ਇਹ ਸੋਚਿਆ कि ये वापस मुड़ के जियोगी कि भी नहीं. ജനിച്ച് 7 ദിവസമായപ്പോൾ രോഗം ബാധിച്ചതാണ്. जन्म ਦੇ 7 दिन बाद मेरी बेटी ਨੂੰ ਇੱਕ ਬਿਮਾਰੀ ਨੇ ਜਕੜ ਲਿਆ. 25 ദിവസമായപ്പോ 25 दिन ਤੋਂ ਬਾਅਦ വളരെ കഠിനമായ രോഗം. बहुत बड़ी बीमारी. ഞാൻ ആകെ തകർന്നു. मैं पूरी तरीके ਨਾਲ टूट गया. എനിക്ക് ആരുമില്ല. मेरी मदद करने वाला कोई भी नहीं. ഞാനും എന്റെ ഭാര്യയും മാത്രം ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. मैं ਅਤੇ मेरी पत्नी परमेश्वर ਦੇ ਚਰਨਾਂ ਵਿੱਚ बैठ के परमेश्वर ਦੇ ਅੱਗੇ ਰੋਣ ਲੱਗੇ. 25 ദിവസം തികയുന്നതിന്റെ അന്ന് 25 दिन ਜਦੋਂ बीत गए, എന്റെ മുറിക്കകത്ത് രാത്രി 2 മണിക്ക് ഞാൻ ദൈവത്തോട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. मैं अपने कमरे ਵਿੱਚ ਰਾਤ ਦੇ ਵੇਲੇ ਜਦੋਂ परमेश्वर ਦੇ ਅੱਗੇ ਰੋ ਕੇ ਦੁਆ ਕਰ ਰਿਹਾ ਸੀ, കർത്താവ് ഈ ദേശത്ത് ഞാൻ വന്ന് അങ്ങയുടെ വേല ചെയ്തിട്ട് प्रभु यीशु मसीह इस पंजाब ਦੀ ਧਰਤੀ ਵਿੱਚ ਆ ਕੇ मैं तेरी सेवा ਦੇ ਲਈ ਜਦੋਂ ਆਇਆ, എന്റെ കുഞ്ഞിന് എന്തു സംഭവിക്കും? मेरी बच्ची ਦੇ ਨਾਲ ਕੀ ਹੋਵੇਗਾ? ഞാൻ അങ്ങയുടെ നാമത്തിനായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. मैं तेरे नाम ਦੇ ਨਾਲ ਇਸ ਥਾਂ ਦੇ ਵਿੱਚ ਖੜਾ ਹਾਂ. ഞാൻ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ मैं ਉੱਚੀ ਉੱਚੀ ਭੁੱਬਾਂ ਮਾਰ ਕੇ ਰੋਣ ਲੱਗਿਆ. കർത്താവിനോട് സംസാരിച്ചു. प्रभु यीशु मसीह ने मेरे ਨਾਲ ਗੱਲਬਾਤ ਕੀਤੀ. കർത്താവ് പറഞ്ഞു, प्रभु यीशु ने ਕਿਹਾ, നിനക്കെതിരെ സാത്താൻ വെല്ലുവിളിക്കുന്നു. तेरे विरोध ਦੇ ਵਿੱਚ शैतान इस बीमारी ਨੂੰ ਲੈ നീ ਕੇ സുവിശേഷ വേല വിട്ട് തിരിച്ചു പോകാൻ ਉਹ शैतान ਦਾ षड्यंत्र है कि तू सेवकाई ਨੂੰ ਛੱਡ ਕੇ ਚਲੇ ਜਾਵੇਂ. സാത്താൻ നിനക്കെതിരെ വെല്ലുവിളിക്കുന്നു. ਉਹ शैतान तेरे सामने इस तरीके ਦੀ അവനെ समस्या ਲੈ ചെറുത്ത് നിൽപ്പാൻ എന്നോട് കൽപ്പിച്ചു. ਇਸ ਲਈ परमेश्वर ने ਮੈਨੂੰ ਕਿਹਾ ਉਸ ਦਾ ਤੂੰ ਸਾਹਮਣਾ ਕਰ. ഞാൻ എഴുന്നേറ്റ് സാത്താനോട് പറഞ്ഞു, मैं ਉੱਠ ਕੇ शैतान ਨੂੰ ਕਿਹਾ, സാത്താൻ എന്തൊക്കെ സംഭവിച്ചാലും ਇਹ शैतान ਭਾਵੇਂ ਕੁਝ ਵੀ ਕਿਉਂ ਨਾ ਹੋ ਜਾਵੇ, ഞാൻ സുവിശേഷ വേല വിട്ട് പിന്മാറില്ല. मैं सेवा ਦੇ ਕੰਮ ਨੂੰ ਛੱਡ ਕੇ ਕਦੇ ਵੀ ਪਿਛਾ ਨਹੀਂ ਹਟਾਂਗਾ. ഞാൻ യേശുവിന്റെ മകനാണ്. मैं यीशु ਦਾ बेटा ਹਾਂ. യേശു ജീവിക്കുന്ന ദൈവമാണ്. यीशु ਜਿਉਂਦਾ खुदा है. യേശുവിന്റെ മകളെ സൗഖ്യമാക്കും. यीशु मसीह मेरी बेटी ਨੂੰ ਚੰਗਾ ഞാൻ ਕਰੇਗਾ. യേശുവിൽ വിശ്വസിക്കുന്നു. मैं यीशु ਦੇ ਵਿੱਚ ਵਿਸ਼ਵਾਸ ਕਰਦਾ ਹਾਂ. അടുത്ത ദിവസം अगले दिन എന്റെ കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യമായി. मेरी बेटी पूरे तरीके ਦੇ ਨਾਲ ਚੰਗੀ ਹੋ ਗਈ. 25 ദിവസം തകർന്നപ്പോ 25 दिन ਜਦੋਂ ਉਸ ਬਿਮਾਰੀ ਨੇ ਉਸ ਨੂੰ ਜਕੜਿਆ, ഒറ്റ ദിവസം കൊണ്ട് യേശു സൗഖ്യമാക്കി. ਇੱਕ ਦਿਨ ਦੇ ਵਿੱਚ ਯीशु ਨੇ ਮੇਰੀ बेटी ਨੂੰ ਚੰਗਾ ਕਰ ਦਿੱਤਾ. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. യേശു സൗഖ്യമാക്കുന്നത് यीशु ਚੰਗਾ ਕਰਨ ਵਾਲਾ खुदा है. ഞാനൊരിക്കൽ എന്റെ പള്ളിയിൽ ഇരിക്കുമ്പോ ਇੱਕ ਵਾਰ ਮੈਂ ਜਦੋਂ ਆਪਣੇ ਸੇਵਾ ਦੇ ਖੇਤਰ ਦੇ ਵਿੱਚ ਸੀ, ഒരു മനുഷ്യൻ എന്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കുവാൻ വന്നു. ਇੱਕ ਇਨਸਾਨ ਮੇਰੇ ਕੋਲੇ ਦੁਆ ਕਰਵਾਉਣ ਦੇ ਲਈ ਆਇਆ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ਉਸ ਇਨਸਾਨ ਨੇ ਮੈਨੂੰ ਕਿਹਾ, കാലിൽ ഒരു വലിയ വ്രണമിരിപ്പുണ്ട്. उसने क्या, मेरे पैर ਦੇ ਉੱਤੇ ਬਹੁਤ ਵੱਡੀ ਸੱਟ ਲੱਗੀ है. 20 വർഷമായി മുറിവുണങ്ങാത്ത വലിയൊരു മുറിവ്. ਅਜਿਹੀ ਸੱਟ ਲੱਗੀ है कि मेरी ਸੱਟ ਜਿਹੜੀ है ਉਹ ਸੁੱਕਦੀ नहीं. എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. बहुत सारी दवाइयां उसने खादियां. അദ്ദേഹം പറയുന്നു, യേശുവിനെ സൗഖ്യമാക്കും, അച്ഛൻ പ്രാർത്ഥിക്കണം. उसने ਮੈਨੂੰ ਆ ਕੇ ਬੇਨਤੀ ਕੀਤੀ ਕਿ ਪਾਦਰੀ ਸਾਹਿਬ ਤੁਸੀਂ ਮੇਰੇ ਲਈ ਦੁਆ ਕਰੋ ਕਿ ਯਿਸੂ ਮਸੀਹ ਮੈਨੂੰ ਸ਼ਿਫਾ ਦੇ ਦੇ.
അദ്ദേഹം പറഞ്ഞു ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ਉਹਨਾਂ ਨੇ ਕਿਹਾ ਕਿ मैं यीशु ਤੇ ਵਿਸ਼ਵਾਸ ਕਰਦਾ ਹਾਂ। മരുന്ന് കഴിച്ചിട്ട് മാറാത്തത് യേശു എന്നെ സൗഖ്യമാക്കും. ਉਹ ਦਵਾਈਆਂ ਤੋਂ ਜਿਹੜਾ ਕੰਮ ਨਹੀਂ ਹੋ ਸਕਦਾ ਉਹ ਯीशु ਕਰੇਗਾ। അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ਉਹਨਾਂ ਨੇ ਕਿਹਾ ਪਾਦਰੀ ਸਾਹਿਬ ਮੇਰੇ ਲਈ ਦੁਆ ਕਰੋ। ഞാൻ ആ മനുഷ്യന്റെ തലയിൽ കൈവച്ചു. मैं उस इंसान ਦੇ ਸਿਰ ਉੱਤੇ ਹੱਥ ਰੱਖਿਆ। യേശുവിന്റെ നാമത്തിൽ ਯीशु ਦੇ ਨਾਮ ਦੇ ਵਿੱਚ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിച്ചു. मैं ਹੁਕਮ ਦਿੱਤਾ ਕਿ ਇਹ ਚੰਗਾ ਹੋ ਜਾਵੇ। 20 വർഷമായിട്ട് മാറാതെ നിന്ന മുറിവ് ਜਿਹੜਾ 20 ਸਾਲ ਤੋਂ ਉਹ ਇਨਸਾਨ ਇਸ ਸੱਟ ਨੂੰ ਲੈ ਕੇ ਆਪਦੇ ਸਰੀਰ ਵਿੱਚ ਚੱਲ ਰਿਹਾ ਸੀ, ഒറ്റ നിമിഷത്തിൽ സൗഖ്യമായി. ਇੱਕ ਹੀ क्षण ਦੇ ਵਿੱਚ ਉਹ ਇਨਸਾਨ ਚੰਗਾ ਹੋ ਗਿਆ। ਹਾਲੇਲੂਇਆ ഹല്ലേലൂയ. ਹਾਲੇਲੂਇਆ। യേശു ഇന്നും സൗഖ്യമാക്കുന്നു. ਯीशु ਅੱਜ ਵੀ ਚੰਗਾ ਕਰਦਾ ਹੈ। നിങ്ങളുടെ വിശ്വാസം. ਤੁਹਾਡੇ ਵਿਸ਼ਵਾਸ। ഒരിക്കൽ ഒരു പെൺകുട്ടി എന്റെ അടുക്കലേക്ക് വന്നു. ਇੱਕ ਵਾਰ ਇੱਕ ਨੌਜਵਾਨ ਲੜਕੀ ਮੇਰੇ ਕੋਲੇ ਆਈ। ആ പെൺകുട്ടിക്ക് തൈറോയിഡിന്റെ അസുഖമായിരുന്നു. ਉਸ ਲੜਕੀ ਦੇ ਸਰੀਰ 'ਚ ਥਾਇਰੋਇਡ ਦੀ ਪ੍ਰੋਬਲਮ ਸੀ। ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി. ਇੱਕ ਗਰੀਬ ਘਰ ਦੀ ਕੁੜੀ ਸੀ। ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. ਡਾਕਟਰਾਂ ਨੇ ਕਿਹਾ ਕਿ तेरा तो ऑपरेशन करना അവൾ पवेगा। പറഞ്ഞു അച്ഛാ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ല. और उसने क्या पादरी साहब मेरे को ऑपरेशन कराउन दे लिए पैसे है नहीं। അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യേശു എന്നെ സൗഖ്യമാക്കും. उन्होंने मैंने क्या पादरी साहब तुसी मेरे लिए प्रार्थना करो यीशु मसीह मैंने चंगाई देगा। യേശു എന്നെ സൗഖ്യമാക്കും ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करती हाँ कि यीशु मसीह मैंने चंगा करेगा। ആ പെൺകുട്ടി മുട്ടുകുത്തി. और उस कुड़ी ने गोडे नवाए। അവളുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. मैं उसके सिर उत्ते रखे इस तरह അവളുടെ ശരീരത്തിൽ രോഗമുണ്ടാക്കിയിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളും मैं प्रार्थना की थी इस दे शरीर विच बीमारी लाने वाली हर एक दुष्ट आत्मा യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. यीशु दे नाम दे विच इस दे शरीर नु छट के चली जावे। ദൈവശക്തി അവളുടെ മേൽ വ്യാപരിച്ചു. परमेश्वर दा ताकत उस दे उत्ते काम कीता। പിറ്റേ ദിവസം ഹോസ്പിറ്റൽ ചെക്കപ്പിനായി പോയി. अगले दिन जदों हस्पताल दे विचों जांच ते ले गई, ഡോക്ടർ പറയുന്നു പൂർണ്ണ സൗഖ്യം ഉണ്ടായി. डॉक्टरां ने क्या ये पूरी तरीके दे नाल चंगी हो गई है, हुण इस नु दवाइयां दी लोड़ नहीं। हालेलुया ഹല്ലേലൂയ. हालेलुया। യേശു ഇന്നും സൗഖ്യമാക്കും. यीशु अज भी चंगाई दिंदा। ഇന്ന് രാത്രി യേശു ഇവിടെ ഉണ്ട്. अज रात भी यीशु इस पंडाल दे विच मौजूद है। നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. जेकर तुसी विश्वास करते हो तो यीशु थानू चंगा करेगा। ഒരിക്കൽ 10 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി एक बार 10 साल दी एक छोटी जी कुड़ी ചെവി വേദനയാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേക്ക് വന്നു. और उसके कान दे विच बहुत पीड़ हो रही सी, दर्द हो रही सी, वो मेरे कोले आई। ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നു, और उस कुड़ी दे मां ने मैंने इस तरह किया। അവൾ പറഞ്ഞു അച്ഛനോട് പ്രാർത്ഥിച്ചാൽ മതി യേശു സൗഖ്യമാക്കും മരുന്ന് വാങ്ങിക്കണ്ട. ओ पादरी साहब कोले जाके तुसी दुआ करवाओ, दवाई लेने दी लोड़ नहीं, यीशु मसीह बिना दवाई तो तेनु चंगाई दे देगा। 10 വയസ്സുള്ള പെൺകുട്ടിയുടെ വിശ്വാസം. 10 साल दी कुड़ी दा विश्वास देखो। അവളുടെ ചെവിയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. मैं उसके कान दे उत्ते हाथ रखे दुआ की। കർത്താവേ ഈ കുഞ്ഞിന്റെ വിശ്വാസം നീ കാണണമേ. मैं क्या प्रभु यीशु मसीह इस बच्ची दे विश्वास नु तू देख। ഈ കുഞ്ഞു മകളുടെ വിശ്വാസത്തെ നീ ഉറപ്പിക്കണമേ. इस छोटी दे बच्ची दे विश्वास नु तू मजबूत कर। അവളുടെ ചെവി വേദന മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചു. मैं प्रार्थना की थी एदे कान दी पीड़ा जेड़ी है वो दूर हो ആ जावे। നിമിഷത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. उससे कड़ी वो चंगी हो गई। 10 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയുടെ വിശ്വാസം. 10 साल दी कुड़ी दा विश्वास देखो। വിശ്വാസം ഉണ്ടോ? कि थोड़े अंदर भी अजय विश्वास है। ഇന്ന് രാത്രി യേശു നിങ്ങളെ സൗഖ്യമാക്കും. आज रात नु यीशु थानू चंगा करेगा। യേശു ഭൂമിയിൽ വന്നത് നിങ്ങളെ സൗഖ്യമാക്കാൻ. यीशु मसीह इस धरती दे उत्ते थानू चंगाई दे പിശാചി നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിക്കാൻ. शैतान जिस बंधना नाल थानू बंध के रखया उस बंधन तो थानू आजाद करने दे लई ഇന്ന് രാത്രി നമുക്ക് വിജയമുണ്ട്. आज रात नु साडे लई जित है। യേശുവിന്റെ നാമത്തിൽ ജയമുണ്ട്. यीशु दे नाम दे विच साडे लई जित है। കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ചാട്ടെ. आइए हाथां नु चुके ऊंची आवाज दे नाल हालेलुया। महिमा करिए। हालेलुया ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया। രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. दो गल्लां हज तिकर मैं तूने दसियां। നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ യേശു വന്നു. छोटे पापां तो थानू माफी देने दे लई यीशु आया। നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ छोटे യേശു വന്നു. बीमारियां तो थानू चंगाई देने दे लई यीशु आए। മൂന്നാമത്തെ കാര്യം तीसरी गल जेड़ी है പരിശുദ്ധാത്മാവിനെ നൽകാൻ യേശു വന്നു. यीशु मसीह पवित्र आत्मा नु देन दे लई इस धरती उत्ते आए। എല്ലായിടത്തും എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. सारे लोकां दे कोले जेड़े भी धरती उत्ते रहिंदे ने सब कोले पवित्र आत्मा है। എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരണം. पर तुसी पवित्र आत्मा दी भरपूरी दे नाल भर जाना। ലൂക്കോസ് സുവിശേഷം 11:13 लूका दी इंजील दे 11 बाब दे विच जदों ਅਸੀਂ पढ़दे हां, പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് जेड़े पिता दे सम अगे बेनती करदे ने പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്ന് वो പറഞ്ഞിരിക്കുന്നു. पवित्र आत्मा नु क्यों ना देवेगा। പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കും. जेड़े दुआ करदे ने परमेश्वर उन्हां नु पवित्र आत्मा देवेगा। ലൂക്കോസ് സുവിശേഷം 4:1 लूका दी इंजील 4:1 दे विच लिखिया യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി
यीशु मसीह पवित्र आत्मा दी भरपूरी दे യോർദാൻ വിട്ടു മടങ്ങി. यरदन तो आगे गए। യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. यीशु मसीह पवित्र आत्मा दी भरपूरी दे नाल भरे होए। പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറഞ്ഞു വരണം. तुसी पवित्र आत्मा दी भरपूरी दे नाल भर जाओ। പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കുന്നു. जदों तुसी पवित्र आत्मा दी भरपूरी नाल भर जाओगे थोड़े अंदर एक ताकत आवेगी। നിങ്ങൾ ഈ ആത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗ്ഗത്തിലെത്തുന്നുള്ളൂ. जदों तुसी इस आत्मा दी ताकत नाल भर जाओगे ताही थोड़ी दुआवां परमेश्वर दे वल पहुंचेगी। നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ സാത്താൻ നിങ്ങളെ തൊടില്ല. जदों तुसी पवित्र आत्मा दे नाल भर जाने हो शैतान थानू छू नहीं सकदा। ലൂക്കോസ് സുവിശേഷം 3:16 लूका दी इंजील 3:16 दे विच लिखिया है അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും ओ थानू पवित्र आत्मा दे नाल തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. और अग दे नाल बपतिस्मा देवेगा। യേശു നിങ്ങളെ പരിശുദ്ധാത്മാവിൽ തീയിൽ സ്നാനം यीशु കഴിപ്പിക്കും. मसीह पवित्र आत्मा दे नाल ते अग दे नाल थानू बपतिस्मा നിങ്ങൾ देवेगा। ദൈവത്തോട് പ്രാർത്ഥിക്കണേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. तुसी परमेश्वर अगे बेनती करना, परमेश्वर मैनू पवित्र आत्मा दे। ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. आज रात नु जिन्नी भी संगतां इत्थे बैठे ने सब ने दुआ करनी। കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് തരണമേ. हे पिता परमेश्वर मैनू पवित्र आत्मा होर ज्यादा दे। പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ആരാധിക്കണം. तुसी पवित्र आत्मा दे विच बंदगी करनी है। നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുമ്പോൾ സ്വർഗീയ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. जदों तुसी पवित्र आत्मा दे विच आराधना करोगे स्वर्ग तो एक ताकत थोड़े ऊपर उतरेगा। ലൂക്കോസ് സുവിശേഷം 24:49 लूका दी इंजील 24:41 दे विच जदों असीं पढ़दे हां, നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം तुसी जब तिकर उपरली ताकत नु नहीं पाउंदे നഗരത്തിൽ പാർപ്പിനെന്ന് പറഞ്ഞു. ऐसे शहर विच ठहरे रहो। ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം जदों तिकर उतां तो थानू शक्ति नहीं मिलदी। അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ रसूलां दे कर्तव्यों दी दूजी बाब दे विच ശിഷ്യന്മാര് ഒരുമിച്ച് കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ रसूल इकट्ठे होके जदों परमेश्वर दे आगे प्रार्थना दुआवां कर रहे सन, പെന്തക്കോസ്ത് നാളിൽ पेंतिकोस्त दे दिन दे विच സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് കോടിയ കാറ്റടിക്കും പോലെ ശക്തിയോടെ ഇറങ്ങി വന്നു. स्वर्ग दे विचों परमेश्वर दा आत्मा बड़ी एक हवा दे तरह इन्हां लोकां दे ऊपर उतरिया। തീ നാവുകൾ പോലെ അവരിലേക്ക് പതിച്ചു. अग्नि दे जीवरे वांग इन्हां उत्ते छा गया। അവർ ശക്തി പ്രാപിച്ചു. उन्हां ने ताकत पाई। അവർ ശക്തമായി ദൈവത്തെ ആരാധിക്കാൻ वो തുടങ്ങി. बड़ी ताकत दे नाल परमेश्वर दी आराधना करन लग पए। അവർക്ക് പുതുഭാഷകൾ കിട്ടി. उन्हां नु नवी नवी जबानां मिल गईयां। ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. वो स्वर्गदूतां दे बोलियां बोलन लगे, പ്രവചിക്കാൻ തുടങ്ങി. भविष्यवाणियां करन लगे। അവരുടെ പ്രാർത്ഥനകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ उन्हां दे തുടങ്ങി. प्रार्थना दे द्वारा चमत्कार होण लग पए। അവരുടെ പ്രസംഗങ്ങളിൽ മാനസാന്തരങ്ങൾ സംഭവിക്കാൻ उन्हां दे തുടങ്ങി. प्रचार दे द्वारा लोग तौबा करन लग पए। പൈശാചിക ശക്തികൾ അകർന്നു മാറാൻ തുടങ്ങി. शैतान दे जेड़े जकड़े होए सन वो आजाद होण लग गए। പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ परमेश्वर दी आत्मा दी ताकत दे नाल നിങ്ങൾ ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ, जेकर थोड़े अंदर परमेश्वर दी आत्मा दी ताकत है, നിങ്ങളുടെ ഭവനങ്ങളിലെ പ്രതികൂല ശക്തികളെ നിങ്ങൾക്ക് അഴിച്ചു കളയാം. ओ थोड़े घर दे अंदर जो भी शैतानी ताकत है उस नु तुसी सुट के बाहर कढ सकदे हो। നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ जदों तुसी पवित्र आत्मा दी भरपूरी नाल भर जाओगे, നിങ്ങളുടെ രോഗങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. तुसी अपने लोग बीमारियां दे विरोध च प्रार्थना कर सकदे हो। നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ, जदों तुसी पवित्र आत्मा दे नाल भर जाओगे, പ്രിയ യുവാക്കളെ, मेरे जवानों നിങ്ങൾക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം. तुसी सेवा दे लिए उतर सकदे हो। യേശുവിനായി ശക്തമായി പ്രസംഗിക്കാം. प्रभु यीशु मसीह दी गवाही बड़ी ताकत नाल दे सकदे നിങ്ങൾ हो। പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ രോഗികളെ സൗഖ്യമാക്കാം. जदों तुसी पवित्र आत्मा दे भरपूरी नाल भर जाओगे तां थोड़े द्वारा रोगी चंगे हो जाणगे। നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ സാത്താനെ പുറത്താക്കാം. जदों तुसी पवित्र आत्मा दी भरपूरी नाल भर जाओगे तां दुष्ट आत्मावां नु बाहर कढोगे। ഈ ലോകത്തിൽ ജയിക്കാൻ इस दुनिया विच जित पाउण दे लई നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. तुसी पवित्र आत्मा दी भरपूरी दे ഈ नाल भर ലോകത്തിൽ जाओ। നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാകാൻ इस दुनिया दे विच दे लई നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. तुसी पवित्र आत्मा दे नाल भर जाओ। നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ जेकर थोड़े बच्चे तुसी चाहुंदे थोड़े बच्चे बरकतां पाउण, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരണം. तुसी पवित्र आत्मा दी भरपूरी दे नाल भर जाओ। ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം. आज रात नु तुसी दुआ करना, കർത്താവേ, ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ हे നിറയ്ക്കണമേ. प्रभु यीशु मसीह सानू पवित्र आत्मा दी ताकत दे नाल भर दे। അവസാനമായി आखिरी गल जेड़ी, യേശു എന്തിന് ഭൂമിയിലേക്ക് വന്നു? यीशु मसीह इस धरती उत्ते क्यों आए? നിത്യജീവനെ തരാൻ. अनंत जीवन देन दे लई। ഈ ലോകത്തിലെ ജീവൻ പെട്ടെന്ന് തീരുന്നു. इस दुनिया दी जेड़ी जिंदगी है छोड़े समय दे लई है। ഈ ശരീരം നശിച്ചു പോകും. ये शरीर जेड़ा है नाश हो ഈ जावेगा, ഭൂമി നശിച്ചു പോകും. ये धरती नाश हो जावेगा, നമ്മുടെ ഭവനം നശിച്ചു പോകും. साडा घर नाश हो जावेगा। പക്ഷെ ഒരിക്കലും നശിക്കാത്തൊരു ജീവനുണ്ട്. पर एक अजिहा जीवन है जेड़ा कदे भी नाश नहीं होवेगा। യോഹന്നാൻ എഴുതിയ സുവിശേഷം यूहन्ना दी इंजील 10-ാം അധ്യായം 28-ാം വാക്യം. ओदी 10 बाब ओदी 28 वचन विच लिखिया है, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും. मैं उन्हां नू अनंत जीवन देवांगा। അവർ ഒരു
നാളും നശിച്ചു പോകുകയില്ല. वो कदे भी नाश नहीं होगा. നിത്യജീവൻ ഒരു നാളും നശിക്കുന്നില്ല. अनंत जीवन कदे भी नाश नहीं होता. ഈ ലോകം നശിക്കും, ये दुनिया खत्म हो जाएगी. നിങ്ങൾക്കൊരു ജീവൻ കൂടെ ഉണ്ട്. ओ थोड़े लिए एक और जिंदगी है. യേശു വീണ്ടും വരും. यीशु दोबारा इस धरती उत्ते आवेगा. യേശുവിന്റെ വരവാസന്നമായിരിക്കും. यीशु दा दूजा आगमन बहुत नेड़े है. പ്രാർത്ഥിച്ചൊരുങ്ങി കാത്തിരിക്കുക. इसलिए तुसी प्रार्थना दे नाल तैयारी दे नाल रहो. യേശു നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ചേർത്തുകൊള്ളും. यीशु मसीह थोनू अपने नाल स्वर्ग विच लेके ഈ जाएगा. ലോകത്തിലെ ജീവൻ അല്ല പ്രധാനം, ये दुनिया दी जिंदगी प्रमुख गल नहीं है. സ്വർഗീയ ജീവൻ അത്രേ പ്രധാനം. असी हमेशा स्वर्ग दे जीवन दे वल ध्यान करिए. യോഹന്നാൻ സുവിശേഷം यूहन्ना दी इंजील 11:25 പറയുന്നു, 11:25 विच इस तरह लिखा है, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. यीशु मसीह कहना पुनरुत्थान अते जीवन मैं ही हां. യേശു നിങ്ങൾക്ക് പുനരുത്ഥാനം തരുന്നു. यीशु मसीह थोनू नवा जीवन दिंदे ने. മരിച്ചുപോയവർ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. और जेड़े यीशु विच मरे ने वो सब जी जिंदा हो जाणगे. യേശുവിന്റെ വരവിൽ यीशु मसीह दे दूजी आगमन दे विच സകലാത്മാക്കൾ ഉയർത്തെഴുന്നേൽക്കും. सारे लोग जिਉਂदे हो जाणगे. മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. जिन्ने लोग मर गए ने वो सारे जिਉਂदे हो जाणगे. യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വർഗ്ഗത്തിലേക്ക് പോകും. जेड़े यीशु ते नेचा करदे ने स्वर्ग दे वल जाणगे. പാപത്തിൽ മരിക്കുന്നവൻ നരകത്തിലേക്ക് പോകും. पाप दे विच जीवन बिताਉਂदा है और नरक दे वल ഇന്ന് जावेगा. രാത്രി നീ മനസ്സിലാക്കുക, इसलिए तुसी आज रात नु इस നീ गल नु समझो. യേശുവിൽ ജീവിച്ചു മരിക്കുക. जेकर तुसी यीशु विच जिਉਂदे अते मरदे हो, നിനക്ക് സ്വർഗമുണ്ട്. ਤੁਹਾਡੇ ਲਈ स्वर्ग है. ഒരിക്കലും നശിക്കാത്ത സ്വർഗം, एक अजिहा स्वर्ग जेड़ा कदे नाश नहीं हुंदा. സന്തോഷം മാത്രമുള്ള സ്വർഗം. जिथे हमेशा खुशी और खुशी അവിടെ है. കണ്ണുനീരില്ല, ओथे हंजुआ नहीं है. ഭാരങ്ങളില്ല, ओथे किसे प्रकार दा बोझ है. വേദനകളില്ല, किसे प्रकार दा दर्द नहीं. രോഗങ്ങളില്ല. ओथे बीमारियां है नहीं. ദൈവത്തോട് ചേർന്ന ജീവിതം, परमेश्वर दे नाल मिल के जीवन नु बतीत करना. ദൂതന്മാരോടൊപ്പമുള്ള ജീവിതം, दूतां दे नाल ਅਸੀਂ अपनी जिंदगी नु बतावांगे. അതിനുവേണ്ടി വാഞ്ചിപ്പിൻ. इसलिए तुसी उस दे ਲਈ तैयार रहो. യേശു ക്രിസ്തു വേഗത്തിൽ വരും. यीशु मसीह दोबारा छेती मुड़ के आवेगा. യേശുവിന്റെ വരവാസന്നമായിരിക്കും. यीशु मसीह दी दूजी आमद बहुत नेड़े है. ഇനി ഒത്തിരി വൈകത്തില്ല. हुण ज्यादा देर नहीं है. യേശുവിന്റെ വരവിൽ यीशु मसीह दी दूसरी आमद दे विच ലൂക്കോസ് സുവിശേഷം 17 പറയുന്നു, लूका दी इंजील 17 बाब दे विच लिखिया है, മിന്നൽ ആകാശത്ത് വരുന്നത് പോലെ जिवें बिजली कड़कदी आकाश दे विच യേശുവിന്റെ വരവാകും. यीशु भी उस तरह आवेगा. അത് പെട്ടെന്ന് സംഭവിക്കും. वो बहुत छेती होवेगा. യേശു വരുന്നതിന് മുമ്പ് ലക്ഷണങ്ങൾ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. यीशु मसीह दे आउण तो पहला जेड़ी निशानियां घटनियां ने उस निशानियां बारे बाइबल दे विच लिखिया होया है. മർക്കോസ് സുവിശേഷം 13:24 മുതൽ मरकुस दी इंजील ओदी 13 बाब ओदी 24 वचन तो जदों ਅਸੀਂ पढ़दे हां, യേശുവിന്റെ രണ്ടാമത്തെ വരവിന്റെ അടയാളങ്ങൾ ഇങ്ങനെ പറയുന്നു, यीशु मसीह दी दूसरी आमद दी निशानियां बारे लिखिया है. സൂര്യൻ ഇരുണ്ടു പോകും, ओ जेड़ा सूरज है ओ हनेरा हो जावेगा. ചന്ദ്രൻ പ്രകാശം തരാതാകും, जेड़ा चंद्रमा है ओ भी अंधकार हो जावेगा. നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് താഴേക്ക് പതിക്കും, जिन्ने भी तारे ने ओ आकाश विचों इस धरती उत्ते डिग जाणगे. ആകാശം തകർന്നു പോകും, और आकाश जेड़ा है वो फट जावेगा. വേദപുസ്തകം പറയുന്നു സൂര്യൻ ഇരുണ്ടു പോകും. और पवित्र बाइबल दसदी है जेड़ा सूरज है उसका रंग काला पै जावेगा. ശാസ്ത്രം പറയുന്നു, और जेड़ा विज्ञान है इस तरह कहती है, സയന്റിസ്റ്റുമാർ പറയുന്നു, जेड़े विज्ञानी लोग है उस तरह कहते ने. സൂര്യൻ എല്ലാ കാലത്തും പ്രകാശം തരില്ല. ओ जेड़ा सूरज है हमेशा अपनी रोशनी नहीं दे सकता. സൂര്യൻ ഇപ്പോൾ തന്നെ ചില വർഷങ്ങൾ കൂടുമ്പോൾ കുറച്ച് ഇരുണ്ടു തുടങ്ങിയിരിക്കുന്നു. ओ जेड़ी सूरज दी रोशनी है वो घटती जा रही है. सूरज विच कालापन पैना शुरू हो गया. പ്രിയമുള്ളവരെ വിശ്വസിക്കുക, इसलिए मेरे प्रियो परमेश्वर दे बाणी उत्ते विश्वास करो. വേദപുസ്തകം സത്യം പറയുന്നു, परमेश्वर दी बाणी हमेशा सच्चाई दसदी है. യേശു വീണ്ടും വരും. यीशु दोबारा आवेगा. യേശു വരുമ്പോൾ സൂര്യൻ ഇരുണ്ടു പോകും, यीशु मसीह आउण तो पहला सूरज अंधेरा हो जावेगा. അതിന്റെ പ്രകാശം തീരും. ओदा जेड़ा चानन है वो खत्म हो जावेगा. ശാസ്ത്രം അത് അംഗീകരിച്ചിരിക്കുന്നു. वो विज्ञानियां ने इस गल दे नाल सहमति जताई है. ചന്ദ്രൻ പ്രകാശം തരാതെയാകും. जेड़ा चंद्रमा है वो भी काला पै जावेगा. ശാസ്ത്രം പറയുന്നു वो विज्ञानी लोग इस प्रकार ചന്ദ്രൻ कहते हैं. രക്തതുല്യമായി മാറും. वो जेड़ा चंद्रमा है ओदा जेड़ा है लहू दे वांगू बदल जावेगा. വേദപുസ്തകത്തിലും പറയുന്നു ചന്ദ്രൻ രക്തതുല്യമായി മാറും. पवित्र बाइबल भी दसदी है जेड़ा चांद है ओदा आकार लहू दे वांगू बदल അതിലെ जावेगा. പ്രകാശങ്ങളെല്ലാം നശിക്കും. उसकी जिन्नी भी चानन या रोशनी वो खत्म हो जाएगी. വേദപുസ്തകം പറയുന്നു നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പതിക്കും. और बाइबल दसदी है कि जेड़े तारे ने उस धरती उत्ते डिग जाणगे. ശാസ്ത്രം കണ്ടുപിടിച്ചു विज्ञान ने इसनु पाया है. ചില നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. कुछ जेड़े तारे ने और धरती दे वल बड़ी छेती दे नाल आ रहे ने. അത് ഭൂമിയിൽ പതിച്ചാൽ ഭൂമിക്ക്
കത്തിപ്പോകും. जेकर उस धरती उत्ते डिगन तां धरती नूं सुआ कर देवेगी। വേദപുസ്തകത്തിൽ പത്രോസ് പറയുന്നു, पवित्र बाइबल दे विच पतरस इंज दसदा है, ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. इस धरती नूं परमेश्वर ने अग दे लई सुरक्षित रखिया है। ഭൂമിയും അതിലുള്ള സകല പദാർത്ഥങ്ങളും കത്തി അഴിയും. ये धरती अते जो कुछ भी इस धरती उत्ते एक दिन सब नूं परमेश्वर जला देवेगा। യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ ഭൂമി കത്തിത്തീരും. इस यीशु मसीह दे दूसरी आमद तो पहला ये धरती जलाई जाएगी। ശാസ്ത്രം പറയുന്നു, ഭൂമിയുടെ അകവും പൂർണ്ണവും ഒരുപോലെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. वैज्ञानिक लोग इस तरह कहते हैं, धरती का हेठला पासा ते उतला पासा दोने बहुत ही ज्यादा गर्म हो रहे हैं। ഭൂമി തീയിൽ തീരും. एक धरती आग के द्वारा नाश होगी। യേശുവിന്റെ വരവാസന്നമായിരിക്കും. यीशु मसीह की दूसरी आगमन आमद बहुत नेड़े है। നിനക്ക് നിത്യജീവനുണ്ട്. थोड़े लिए एक अंत जीवन है। യേശുവിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനിൽ പ്രവേശിക്കും. यीशु मसीह दे उत्ते जेड़ा नेचा करता है वो अनंत जीवन दे वल जावेगा। പാപത്തിൽ ജീവിക്കുന്നവനെ സാത്താൻ നരകത്തിൽ जेड़ा കൊണ്ടുപോകും. पाप दे विच जीवन बताउंदा है उसनु शैतान नरक दे वल लेके जावेगा। ഇന്ന് രാത്രി നിങ്ങൾ യേശുവിനായി സമർപ്പിക്കുക. आज रात नु तुसी अपने जीवन नु यीशु दे हाथ विच सौंप दो। നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും ഉപേക്ഷിക്കുക. भावे छोटी गलती छोटी होवे या बड़ी होवे अपनी गलतियां नु यीशु मुरे मान लो। പൂർണ്ണമായിട്ട് യേശുവിന്റെ മകനായി മകളായി മാറുക. तुसी संपूर्ण तरीके दे नाल यीशु दे धी ते पुत्र बन जाओ। 4 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. 4 गल्लां अज मैं वाणी दे द्वारा तुहानू दसियां। യേശു എന്തിന് നമ്മുടെ അടുക്കൽ വന്നു? यीशु मसीह इस धरती उत्ते साडे कोले क्यों आए? നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ, थोड़े पापां तो तुहानू बचाउण दे लई, നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ, थोड़े बीमारियां नु चंगाई देण दे लई, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ, तुहानू पवित्र आत्मा देण दे लई, നിങ്ങൾക്ക് നിത്യജീവനെ തരാൻ. तुहानू अनंत जीवन देण दे लई। പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുക. इसलिए मेरे प्यारो यीशु ते विश्वास യേശു करो। നിങ്ങളെ സൗഖ്യമാക്കും. यीशु तुहानू चंगा करेगा। നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി यीशु തരും. मसीह तुहानू पवित्र आत्मा दी ताकत देवेगा। നിങ്ങളെ നിത്യജീവനിൽ പ്രവേശിക്കും. तुहानू ओ अनंत जीवन दे विच प्रवेश करावेगा। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर इन्हां वचनां दे द्वारा तुहानू सबना नू